കോൺട്രാക്ട് മാരേജ് ഭാഗം 75. അവൻ്റെ നോട്ടത്തിന് തീവ്രത താങ്ങാൻ കഴിയാതെ പതിയെ മുഖം മാറ്റിയതും ശിവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുപൊക്കി തനിക്ക് നേരെ നിർത്തി. എന്തേ? ഒന്നുമില്ല. ഇങ്ങനെ നോക്കാതെ ശിവേട്ട, എനിക്കെന്തോ പോലെ. അവൻ്റെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരിയുണ്ട്. ശിവേട്ട പ്ലീസ്. ഇനിയും നമുക്കിടയിൽ അതിർവരമ്പുകൾ തീർക്കുകയാണോ നീ? വേണ്ട. ഇനി ഒന്നിനും നിനക്കും എനിക്കുമിടയിൽ അത്തരം അതിർവരമ്പുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. ശിവൻ്റെ പ്രണയച്ചൂടിൽ നിനക്ക് ചുറ്റും ഞാനൊരു വലയം തന്നെ തീർത്തിട്ടുണ്ട്. അത് ഭേദിക്കാൻ ഇനി ഒന്നിനും കഴിയില്ല പെണ്ണെ. അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങും വിധം നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഉമിനീർ ഇറക്കി അവനെ നോക്കി. അവൻ്റെ നെഞ്ചിടിപ്പ് ഉയരുന്നുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഇന്നെൻ്റെ തൊട്ടടുത്ത് എന്നോടൊപ്പമുണ്ട്. എങ്ങനെയാണ് സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. എന്താടാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞതും ഭദ്രയുടെ മുഖത്തെ ഭാവം മാറി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ്റെ കൈയെടുത്ത് മാറ്റിയതും ശിവൻ ഞൊടിയിടയിൽ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി തൻ്റെ നെഞ്ചിലേക്ക് അവളെ വലിച്ചിട്ടു. അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു നിന്നവളെ കണ്ണെടുക്കാതെ നോക്കിയവൻ അവളും അവനെ തന്നെ നോക്കി അവൻ്റെ നെഞ്ചിൽ കൈവച്ചിരിക്കുവാണ്. ഭദ്രയുടെ ഹൃദയമിടിപ്പ് ആ 4 ചുമരുകൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു. എന്തിനാ പെണ്ണെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്? ഞാനല്ലേ? എന്നെ വിട് ശിവേട്ട. ഇല്ല, അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ പെണ്ണെ? എൻ്റെ പ്രാണൻ തന്നെ നീയല്ലേ. നീ പറഞ്ഞതുകൊണ്ട് മാത്രമാ, അല്ലായിരുന്നേൽ. അവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ ഓടി നടക്കുവാണ്. ഈ ശിവരഞ്ജൻ ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണിനെ മോഹിച്ചു. അവളുടെ കൂടെ കിടക്കാൻ ആഗ്രഹിച്ചു. അതെൻ്റെ ഭദ്രയാണ്. ഒരു താലി കെട്ടി ഞാൻ സ്വന്തമാക്കിയ എൻ്റെ പെണ്ണ്. ആ വിളിയിൽ പോലും അവന് തന്നോടുള്ള സ്നേഹം പ്രകടമാണ്. ഭദ്ര അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കി. പിന്നെ മെല്ലെ അവൻ്റെ കൈകൾക്കിടയിലൂടെ നഗ്നമായ അവൻ്റെ പുറത്ത് അരിഞ്ഞു മുറുക്കി. ശിവൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നതും അവൾ ഒരു പിടച്ചിലോടെ അവനിലേക്ക് അമർന്നു. ശിവേട്ട വേണ്ട. അവളുടെ എതിർപ്പുകളെയും പിടച്ചിലുകളെയും തടഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ നീങ്ങി. ഭദ്രയ്ക്ക് അവനെ തടയാൻ കഴിയാതെ അവനിലേക്ക് ലയിക്കാൻ തോന്നി. ഇത്രയും നാളും അടക്കി നിർത്തിയ പല വികാരങ്ങളും പുറത്തേക്ക് വരാനായി വെമ്പൽ കൊണ്ടു. അവൻ്റെ കണ്ണുകളുടെ കാന്തിക ശക്തിയിൽ അവളുടെ കണ്ണുകൾ കുരുങ്ങിക്കിടന്നു. ഓ, ഇങ്ങനെ നോക്കല്ലേ ശിവേട്ട. എന്താടാ, ഞാനല്ലേ? ഇന്ന് നീ എനിക്ക് എല്ലാ അർത്ഥത്തിലും സ്വന്തമാകും. ശിവനെ കണ്ണുമിടിച്ചു നോക്കിയവൾ ഇത്രയും ദിവസം അവനെ ഓരോ കാരണം പറഞ്ഞ് അകറ്റി നിർത്തിയപ്പോൾ അറിയാമായിരുന്നു ഇങ്ങനെയൊരു ദിവസം അവൻ അതിനെല്ലാം പകരമായി തന്നിലേക്ക് അലിഞ്ഞു ചേരുമെന്ന്. ഭദ്രേ, എന്താ ആലോചിക്കുന്നേ? നീയും ആഗ്രഹിക്കുന്നില്ലേ അതൊക്കെ? മെല്ലെ അവളുടെ മുടിയിഴകളിൽ കൂടി വിരലോടിച്ചുകൊണ്ട് അവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ പ്രണയത്തോടെ ഒഴുകി നടന്നു. എൻ്റെ ഭദ്രയ്ക്ക് ഈ ശിവനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ശിവേട്ട. അവൻ പതിയെ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. ഭദ്രയുടെ നെഞ്ചിടിപ്പേറി. അവർക്കിരുവർക്കും കേൾക്കാൻ കഴിയും വിധം അതുയർന്നു. ശിവൻ പതിയെ അവളുടെ ചുണ്ടിൽ നിന്ന് വിരൽ മാറ്റി. അവളെന്താ അവൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുന്ന നേരം കൊണ്ട് ശിവൻ അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ മുട്ടി. നിമിഷ നേരം കൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ ചുണ്ടുകൾ അമർത്തി അവയെ തന്നിലേക്ക് പൂർണ്ണമായും എടുത്തു. ഭദ്ര ഒന്ന് പിടഞ്ഞതും ശിവൻ അവളുടെ വയറിലൂടെ കൈ ചുറ്റി അവളിലേക്ക് അമർന്നു. ഇടുപ്പിലൂടെ അവൻ്റെ കൈകൾ മുറുങ്ങുന്നതനുസരിച്ച് പരസ്പരം ഇരുവരും മത്സരിച്ചു വെച്ചു. അവളുടെ കൈകൾ സമയം നീങ്ങുന്തോറും അവനെ ചുറ്റി വരിഞ്ഞു. അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് അവനോടുള്ള സ്നേഹം പകരും പോലെ. അവളുടെ വയറിൽ നിന്ന് കൈകൾ അവളുടെ ദേഹത്തേക്ക് നീങ്ങിത്തുടങ്ങിയതും ഭദ്ര ഒരു പിടച്ചിലോടെ ബെഡിലേക്ക് അമർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്ന് വേർപെട്ട് കവിളിലൂടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. ഇതുവരെ അറിയാത്ത പുതുവികാരങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ പൊതിഞ്ഞു. ശിവന് തൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അവൾക്ക് എന്തേലും പറയാനോ ചിന്തിക്കാനോ കഴിയും മുന്നേ ശിവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ ഓടി നടന്നു. സമയം കഴിയുന്തോറും ഇരുവരും ഒരു ശരീരവും മനസ്സുമായി മാറാൻ അത്രമേൽ ആഗ്രഹത്തോടെ പൂർണ്ണമായും ഒരു പൊതുപ്പിനുള്ളിൽ ഒതുങ്ങിയിരുന്നു. ഭദ്രയ്ക്ക് ശിവൻ പ്രണയത്തിൻ്റെ പല ഭാവങ്ങളായി മാറി. അവൻ അവളെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കി അവളെ സ്വന്തമാക്കുമ്പോൾ ഭദ്ര അവനിലേക്ക് എല്ലാ രീതിക്കും അലിഞ്ഞു ചേരാൻ സമ്മതം കൊടുത്തിരുന്നു. നിമിഷങ്ങൾ മണിക്കൂറുകളായി കടന്നുപോയതും ഭദ്രയും ശിവനും പൂർണ്ണമായും ഒന്നായി കഴിഞ്ഞിരുന്നു. ഇനി ആർക്കും ഒന്നിനും പിരിക്കാൻ കഴിയാത്ത വിധം ശിവൻ്റെ മാത്രം ഭദ്രയായി മാറിക്കഴിഞ്ഞിരുന്നു. അവർക്കൊന്നാകാനുള്ള അവസാന തടസ്സവും മാറിയിരുന്നു. അവളുടെ നഗ്നമായ പുറത്ത് തലവെച്ച് കിടന്നവൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവളുടെ കൈ അവനിൽ മുറുകിയിരുന്നു. കണ്ണുകൾ ഉറക്കത്തെ വല്ലാതെ മാടി വിളിച്ചതും എപ്പോഴോ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയെന്നും
അത്രയും നേരം അവർക്കിടയിൽ നിറഞ്ഞത് കഴിഞ്ഞുപോയ പ്രണയ നിമിഷങ്ങളിൽ തങ്ങൾക്കിടയിൽ നടന്നതൊക്കെയായിരുന്നു. എത്ര പറഞ്ഞാലും ഓർത്താലും മതിയാവാത്ത ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. രണ്ടാളും പൂർണ്ണമായും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അടുത്ത വീടുകളിൽ എല്ലാം വെട്ടം വീണിരുന്നു. നേരം അത്രത്തോളം കഴിഞ്ഞു പോയിരുന്നു. അവളോട് ചേർന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഉറക്കത്തേക്കാൾ സുഖം തോന്നിയവന്. കണ്ണുകൾ വലിച്ചു തുറന്നതും എന്തോ ഒന്ന് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി നോക്കിയതും അടുത്ത് കിടക്കുന്ന ആളെ കണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ആഹാ, എഴുന്നേറ്റില്ലേ ഇതുവരെ? ഇന്നലെ രാത്രിയിൽ നടന്നതൊക്കെ അവളുടെ മനസ്സിലേക്ക് ഒരു സിനിമ പോലെ ഓടി വന്നു. ഓർക്കുമ്പോൾ അത്രയ്ക്ക് സുഖമുള്ള കാര്യങ്ങളായതുകൊണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. നാണം കൊണ്ട് മുഖമൊക്കെ ഞൊടിയിടയിൽ ചുമന്നു വന്നു. അടുത്ത് കിടക്കുന്നവനെ അവൾ മെല്ലെ തല ചരിച്ചു നോക്കി. അവനെ അടർത്തി മാറ്റാൻ അവളും ആഗ്രഹിച്ചിരുന്നില്ല. കഴിഞ്ഞുപോയ രാത്രിയുടെ ആലസ്യത്തിൽ തളർന്നുറങ്ങുന്നവൻ്റെ മുഖത്തേക്ക് കണ്ണടക്കാതെ നോക്കിയവൾ. തലേന്ന് രാത്രി ഉറങ്ങാത്തതിൻ്റെ ആവും അവൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. താൻ എണീറ്റതോ ഇങ്ങനെ നോക്കി ഇരിക്കുന്നതോ അവൻ അറിയുന്നു പോലുമില്ല. പാവം, അങ്ങനെ കരുതാൻ പറ്റുമോ? അവളുടെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയാണ്. ദേഹമൊന്ന് അനങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ശരീരം മുഴുവൻ നല്ല വേദനയാണ്. ആ വേദനയ്ക്കും ഒരു സുഖമുണ്ട്. ഭദ്ര ഉലഞ്ഞുപോയ പുതുപ്പ് വലിച്ച് രണ്ടാളെയും പുതപ്പിച്ചു. ശിവനെ തന്നെ നോക്കിക്കിടന്ന് എപ്പോഴോ അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി. എഴുന്നേറ്റ് പോകാൻ വേണ്ടി കരുതി തന്നെയാണ് കണ്ണ് തുറന്നത്. നേരം കുറയായെന്ന് ജനലിൽ കൂടിലകത്തേക്കടിക്കുന്ന വെട്ടത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ തലേന്ന് രാത്രി ഉറക്കം ശരിയാവാത്തതുകൊണ്ട് അവൾ പോലും അറിയാതെ വീണ്ടും ഉറങ്ങിപ്പോയതാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും കണ്ണുകൾ തുറക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം ക്ഷീണം അവളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിരുന്നു. അപ്പോഴും ഇതൊന്നും അറിയാതെ ശിവൻ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുമ്പോൾ പോലും അവളെക്കുറിച്ച് പോലും അകറ്റിക്കിടത്താതെ അവളോട് പറ്റിച്ചേർന്ന് തന്നെയാണ് അവൻ കിടന്നത്. അവളും അത്ര പോലും അവനെ മാറ്റാതെ അവനോട് വിധേയപ്പെട്ട് കിടന്നു. ഒരുപാട് വൈകിയാണെങ്കിലും അവൾക്ക് നഷ്ടപ്പെട്ടതിന് ഒന്നും പകരമായില്ലെങ്കിലും അവളെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിച്ച് തണലാകാനും അവൾക്കൊരു ഇണയെ ദൈവം കൊടുത്തിരിക്കുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചെറിയ അതിർവരമ്പുകൾ കൂടി ഇല്ലാതാക്കിക്കൊണ്ട് ഇന്നവൻ അവളുടെ മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായും അവകാശിയായി മാറിയിരിക്കുന്നു. എല്ലാ പൂർണ്ണതയോടെയും ഒരു താലിച്ചരട് എന്ന മോഹം അവൻ സാധിച്ചു കൊടുത്തിരിക്കുന്നു. അവനും അത് ആഗ്രഹിച്ചിരുന്നു. അതാണ് സത്യം. ആദ്യം എതിർപ്പുകൾ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിന് അവസാനം ഒത്തൊരുമയോടെ അത് സംഭവിച്ചിരിക്കുന്നു. ധൃതി പിടിച്ച് താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ അവളിൽ വല്ലാത്ത വെപ്രാളം നിറഞ്ഞു. ഒന്ന് എഴുന്നേറ്റ് കിടന്നതാണ്. ഉറങ്ങിപ്പോയതുപോലും അറിഞ്ഞില്ല. പിന്നെ എണീക്കുമ്പോൾ നേരം ഉച്ചയായിരുന്നു. അച്ഛനും അമ്മയും ഒന്നും പറയില്ലെങ്കിലും കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ദിവസമല്ലേ, ഇവിടെ എത്ര പേരുള്ളതാണ്. അച്ഛമ്മയൊക്കെ എന്തു കരുതും? ഭദ്രയ്ക്കാകെ വല്ലായ്മ തോന്നി. വന്നവരൊക്കെ ഇപ്പോൾ അവരവരുടെ വീട്ടിൽ പോയി കാണണേ. അവൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അല്ലേ തന്നെ കയ്യിൽ കെട്ടാൻ നോക്കിയിരിക്കുമോ ഓരോന്ന് പറയാൻ. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യം കണ്ടാൽ വാ അടങ്ങിയിരിക്കുമോ? താഴെ ചെല്ലുമ്പോൾ ഹാളിലെങ്ങും ആരും തന്നെയില്ല. അച്ഛൻ മുറ്റത്ത് നിൽപ്പുണ്ട്. പുറത്ത് ജോലിക്ക് നിൽക്കുന്നവർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഭദ്ര അങ്ങോട്ടൊന്ന് എത്തി നോക്കിയിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോയത്. വല്ലാത്ത പരവേശവും തോന്നി അവൾക്ക്. പുറത്ത് വണ്ടിയും വേറെ കിടപ്പില്ല. അകത്ത് ആരുടെയും ബഹളവുമില്ല. വന്നവരൊക്കെ രാവിലെ പോകുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ പോയിരിക്കുന്നു. ഭദ്ര നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ അടുക്കളയിലേക്ക് കയറിയതും കല്യാണി പോലും അവിടെ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അടുക്കളയിൽ ഉച്ചക്കത്തുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണെന്ന് അവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരു നിമിഷം കല്യാണിയുടെ കാര്യം അപ്പോഴാണ് അവൾ ഓർത്തത്. ഇന്നലെ തിരക്ക് പിടിച്ച് ഇതുവഴി ഓടി നടക്കുന്നത് കണ്ടതാണ്. ഇടയ്ക്ക് തന്നോട് വന്ന് എന്തൊക്കെയോ മിണ്ടുകയും ചെയ്തു. പുറമേ പോരുകോഴികളെ പോലെ നിൽക്കുമെങ്കിലും ഉള്ളിൽ അവരോട് എനിക്കിപ്പോൾ ഒരു ദേഷ്യവുമില്ല. അവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. മരണത്തിൻ്റെ വക്കിൽ നിന്ന് എന്നെ രക്ഷിച്ചതല്ലേ. മനസ്സിൽ എന്നോടൊരല്പം ദേഷ്യമുണ്ടായിരുന്നേൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ കരുണ കാണിക്കുമായിരുന്നോ? ഒരു നിമിഷമെങ്കിലും വൈകിയിരുന്നേൽ ഇന്ന് ഈ ലോകത്ത് ഭദ്ര ഉണ്ടാവുമായിരുന്നോ? ഒരു കണക്കിന് ഈ ജീവൻ തന്നെ അവരുടെ കൂടി ദാനമല്ലേ. ആ ദാനത്തിന് തിരികെ ഒരു പ്രതിഫലവും കൊടുത്തിട്ടില്ല. കൊടുക്കണം, അത് മനസ്സിൽ കരുതി തന്നെയാണ് ഇരിക്കുന്നത്. ജീവിതത്തിൽ നമ്മളെ സഹായിച്ചവരെയും വന്ന വഴിയും ഒരിക്കലും മറക്കാൻ പാടില്ലെന്ന് അപ്പൻ എപ്പോഴും പറയുമായിരുന്നു. നാളിതുവരെ അങ്ങനെയേ ജീവിച്ചിട്ടുള്ള ഭദ്ര മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും. ഉച്ചയായെങ്കിലും ശിവേട്ടൻ കൂടി എഴുന്നേറ്റ് വന്നിട്ട് ചോറ് കഴിക്കാമെന്ന് കരുതി ഒരു ഗ്ലാസ് ചായ ഫ്ലാസ്കിൽ നിന്ന് എടുത്തു കുടിച്ചു. നല്ല പരവേശം തോന്നിയിരുന്നു. ഇപ്പോൾ ഉള്ളിലെ തീ ഒന്ന് കെട്ടതുപോലെ. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഒന്ന് കുറയണമെങ്കിൽ ഇത്തിരി ചായ വെള്ളം ഉള്ളിൽ ചെല്ലണം. അവൾ ചൂട് ചായ പതിയെ ഊതി കുടിക്കാൻ തുടങ്ങി. ശിവേട്ടൻ എഴുന്നേറ്റ് കാണുമോ? ഒരു ഗ്ലാസ് ചായയും കൊണ്ട് ചെല്ലാം.
അമ്മയെ ഇതേവരെ കണ്ടതുമില്ല. അമ്മയൊക്കെ എവിടെയാകും? പുറത്തു പോകാൻ സാധ്യതകളൊന്നുമില്ല. പക്ഷേ അകത്തൊന്നും ഒരനക്കവുമില്ല. ഭദ്ര ആലോചനയോടെ സ്ലാബിൽ ചാരി നിന്ന് ചായ കുടിക്കാൻ തുടങ്ങി.